ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ജെമിനിയുടെ AI ഇമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ചെയ്യാൻ അറിയാവുന്നവർക്ക് ഡൗട്ട് കാണും. ഈ ഇമേജസ് ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോംപ്റ്റൊക്കെ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പലർക്കും ഡൗട്ട് കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ട്രിക്ക് അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര ഇമേജസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്നൊരു ഇമേജ് കണ്ട് ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് ജെമിനി യൂസ് ചെയ്ത് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം ക്വാളിറ്റി നിങ്ങൾ ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ജെമിനി ഓപ്പൺ ആക്കുക. ജെമിനി ഓപ്പൺ ആക്കിയതിന് ശേഷം ആ ബനാന എന്നുള്ളൊരു ഐക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്ത ശേഷം സൈഡിലുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു സേവ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഇമേജ് ഫയൽസിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചെറിയ പ്രോംപ്റ്റ് അതൊന്ന് ജസ്റ്റ് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ ഇമേജ് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ തന്ന പ്രോംപ്റ്റ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ജെമിനി ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മോഡലിൻ്റെ ഒരു ഫോട്ടോ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഫോട്ടോയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരാനെന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ജെമിനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഡീറ്റെയിൽ പ്രോംപ്റ്റ് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്ക് അറിഞ്ഞു വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ഇമേജസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ജെമിനിയുടെ സഹായത്തോടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.